ലോക ക്രിക്കറ്റിൽ പുതുചരിത്രം പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ആദ്യമായി ലോക കിരീടത്തിൽ മുത്തമിട്ടു. ക്രിക്കറ്റിന്റെ മക്കയായ ലോർഡ്സിൽ ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തരായ ഓസ്ട്രേലിയയെ 3.5 ദിവസത്തിനുള്ളിൽ വീഴ്ത്തി ദക്ഷിണാഫ്രിക്ക പുതിയ ചരിത്രം എഴുതുകയാണ്. ഒറ്റ റൺസിന്റെ അകലെയാണ് ആ ചരിത്രം നിൽക്കുന്നത്. ജയിച്ചു കഴിഞ്ഞു. ലോർഡ്സിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ റൺ ചേസ് കണ്ട മത്സരത്തിലാണ് 292 റൺസ് ലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക മറികടന്നിരിക്കുന്നത്. അനൂപ് ഷൺമുഖൻ, എത്രത്തോളം ആവേശകരമാണ് ലോർഡ്സിലെ കാഴ്ച? ഓസീസിനെ വീഴ്ത്തിയിരിക്കുന്നു. സുജയ, തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്കാർ കൂടി കാത്തിരുന്ന വിജയമെന്ന് നമുക്ക് അവകാശപ്പെടേണ്ടി വരും, പറയേണ്ടി വരും. കാരണം അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് ഇന്ത്യ. കഴിഞ്ഞാൽ മിക്കവർക്കും ഈ മത്സരം ദക്ഷിണാഫ്രിക്ക തന്നെ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള കാരണവും നമുക്കറിയാം. എത്രയോ തവണ അവർ ഒരു ലോക കിരീടത്തിന്റെ തൊട്ടരികെ എത്തി കപ്പിനും ചുണ്ടിനുമിടയിൽ ആ കിരീടം നഷ്ടമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം ദൗർഭാഗ്യവും പലതവണ അവരുടെ വഴിമുടക്കി. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അതിനുള്ള വേദിയായത് ടെസ്റ്റ് ചരിത്രത്തിലെ 2585 മത്സരം, അത് ദക്ഷിണാഫ്രിക്കയുടെ പേരിൽ കുറിക്കപ്പെടുകയാണ്. അതും ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സിൽ ഇതാ പുതിയൊരു ലോക ചാമ്പ്യനെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ICCയുടെ ഏറ്റവും പരമോന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവർ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. ചോക്കേഴ്സ് എന്നുള്ള വിളിപ്പേര് അവർ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ടെമ്പ ബൗമയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ചാമ്പ്യൻ സംഘം ലോക ക്രിക്കറ്റിനെ ഭരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആവേശകരമായി പറയാനുള്ളത്. 5 വിക്കറ്റിന്റെ ജയമാണ്. അത് ആവേശകരം തന്നെയാണ്. അവസാന റൺ വരെ ആ ആവേശം നിലനിർത്തുകയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെയുള്ള പരസ്പരമായിട്ടുള്ള പോരാട്ടം അത് നമ്മൾ കണ്ടതാണ്. ആദ്യ 3 ദിവസങ്ങളിലും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ടീമിനെ കണ്ടു. ഈ മത്സരം ഏറ്റവും സവിശേഷത ആർജിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മത്സരം ഏതൊരു ഘട്ടത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഓസ്ട്രേലിയ എന്ന മൈറ്റി ഓസീസ്, മറുഭാഗത്താകട്ടെ ഏത് മികച്ച അവസരവും തൊട്ടരികിൽ നഷ്ടമാക്കുന്ന ദക്ഷിണാഫ്രിക്ക. ഈ 2 ഘടകങ്ങളായിരുന്നു ഈ ഫൈനലിനെ ഏറ്റവും നിർണായകമാക്കിയ ഒരു കാര്യം. അത് ഇപ്പോൾ ഓസ്ട്രേലിയയെ, മൈറ്റി ഓസീസിനെ മലർത്തിയടിച്ചുകൊണ്ട് അവർ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായിരുന്നു, ലോക ടെസ്റ്റ് ചാമ്പ്യന്മാർ കൂടിയായിരുന്നു. ഷൺമുഖൻ, ദക്ഷിണാഫ്രിക്ക ആ ഒരു കിരീട വരൾച്ച അവസാനിപ്പിക്കുന്നത്, കാത്തിരുന്ന കിരീടം 27 വർഷങ്ങൾക്കിപ്പുറം അവരുടെ തലയിലേക്ക് വെക്കുന്ന ഈ നിമിഷം ലോകം ആവേശത്തോടെയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും 27 വർഷം ആ കാത്തിരിപ്പ് നമുക്കറിയാം. ICCയുടെ ഒരു കിരീടം അവർ നേടിയത് 1998 ICCയുടെ നോക്കൌട്ട് ടൂർണമെന്റ് എന്നറിയപ്പെടുന്ന അന്ന് അങ്ങനെ അറിയപ്പെട്ടിരുന്ന, ഇന്നിപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫി എന്നറിയപ്പെടുന്ന ഒരു ലോക കപ്പ്, ഒരു കിരീടം, ICCയുടെ കിരീടം നേടിയതിനു ശേഷം അവർക്ക് ഇത്രനാളും കാത്തിരിക്കേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ഇന്ത്യയോട് T20 ലോകകപ്പിന്റെ ഫൈനലിൽ അവർ എങ്ങനെ പരാജയപ്പെട്ടു. ആ മത്സരം ഇന്ത്യയാണ് മറുഭാഗത്ത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ത്യക്കൊപ്പം നിന്നത്. അല്ലായിരുന്നുവെങ്കിൽ അന്നും ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് നിന്നേനെ. ഒരു ബഹുഭൂരിഭാഗം ജനത അങ്ങനെ ആഗ്രഹിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് എല്ലാം വായിച്ചുകൊണ്ട് ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായി തന്നെയാണ് നമ്മളിത് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. കാരണം ഓസ്ട്രേലിയ വീഴ്ത്തിയിരിക്കുന്നു, ലോർഡ്സിൽ വീഴ്ത്തിയിരിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ആകട്ടെ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഈ കിരീടത്തിലേക്ക് നയിച്ചത് ആരാണ്? ടെമ്പ ബൗമ, ഒരു കറുത്ത വംശജനായ ടെമ്പ ബൗമ ഈ കിരീടത്തിലേക്ക് ദക്ഷിണാഫ്രിക്കയെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം എയ്ഡൻ മാർക്രത്തിന്റെ ഒരു കളിശൈലി, അതൊക്കെ ഈ വിജയത്തിൽ എത്രത്തോളം നിർണായകമായി? അനൂപ് സുജയ, തീർച്ചയായിട്ടും ഈ നട്ടെല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം 66 റൺസാണ് നേടിയത്. നയിച്ചത് എയ്ഡൻ മാർക്രാം എന്ന ഓപ്പണർ ആണെങ്കിൽ കൂടിയും ഈ ഇന്നിംഗ്സിന്റെ ദക്ഷിണാഫ്രിക്കൻ വിജയത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് ടെമ്പ ബൗമ തന്നെ നമ്മൾ പറയേണ്ടി